പൊന്നാനി ഹാർബർ പ്രദേശത്ത് നിർമ്മിച്ച പുനർഗേഹ ഭവന സമുച്ചയത്തിലെ ജനങ്ങൾ ദുരിതത്തിൽ. നഗരസഭയുടെ നമ്പർ പോലും ലഭിക്കാത്ത വീടുകൾക്കു ചുറ്റും സെപ്റ്റിക് ടാങ്ക് മാലിന്യമടക്കം കെട്ടിക്കിടക്കുകയാണ്. റിപ്പോർട്ടിലേക്ക്. കടലാക്രമണ പ്രദേശങ്ങളിലെ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ 3 വർഷം മുൻപ് പൊന്നാനി ഹാർബർ പ്രദേശത്ത് യാഥാർത്ഥ്യമാക്കിയ പുനർഗേഹം ഭവന സമുച്ചയങ്ങളാണ് ഈ കാണുന്നത്. എന്നാൽ ഇവിടെയുള്ളവരുടെ ജീവിതം ഇപ്പോൾ ദുരിതപൂർണമാണ്. ഈ ഭവന സമുച്ചയ പ്രദേശത്ത് എത്തുന്നവർക്ക് മൂക്കുപൊത്താതെ നടക്കാൻ കഴിയില്ല. ഇരുനിലയുള്ള കെട്ടിടങ്ങളിൽ നിന്നുള്ള സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങളടക്കം താഴെ പരന്നൊഴുകി കിടക്കുകയാണ്. എല്ലാ വീടുകളിലെയും ശുചിമുറി ടാങ്കുകൾ നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയിലാണ്. മലിനജലം ഒഴുക്കിവിടാൻ യാതൊരുവിധ സംവിധാനവുമില്ല. സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞിട്ട് പുറത്തേക്ക് വരുന്ന അവസ്ഥയാണ്. കണ്ടേ മനസ്സിലായി. അതിന് പരിഹാരമായിട്ടാണ് ഇവിടെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ പണി തുടങ്ങിയത്. അത് 6 മാസം കൊണ്ട് ചെയ്തു തരാം എന്നാണ് ഇവിടുത്തെ MLA അടക്കമുള്ള അധികാരികൾ നമ്മളോട് പറഞ്ഞത്. പക്ഷേ ആ വർക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2.5 വർഷത്തോളം കഴിഞ്ഞു. ഇപ്പോഴും ആ വർക്ക് പൂർത്തീകരിച്ചിട്ടില്ല. 3 വർഷം മുൻപ് 12.8 കോടി രൂപ ചെലവിട്ടാണ് 128 കുടുംബങ്ങൾക്കായുള്ള പുനർഗേഹം പദ്ധതി പൊന്നാനിയിൽ പൂർത്തീകരിച്ചത്. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് നിർമ്മാണം നടത്തിയത്. ഭാരതപ്പുഴ നികത്തിയെടുത്ത പ്രദേശമായതിനാൽ കെട്ടിടങ്ങൾക്ക് നഗരസഭയുടെ നമ്പർ പോലും ലഭ്യമായിട്ടില്ല. കെട്ടിട നമ്പർ ഇല്ലാത്തതിനാൽ പല പദ്ധതികൾക്കും അപേക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ കുടുംബങ്ങൾക്ക്. ഇവിടെ 128 വീടാണ്. അതിൽ 124 കുടുംബങ്ങളാണ് ഇപ്പം നിലവിൽ താമസിക്കുന്നത്. CRZ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അത് അംഗീകരിക്കാത്തതിൻ്റെ പ്രശ്നം പുഴ തൂർത്ത സ്ഥലമായിരിക്കും എന്നതുകൊണ്ടായിരിക്കും. താമസം ആരംഭിച്ച് 1 വർഷത്തിനകം കെട്ടിടങ്ങളിൽ പലയിടത്തും വിള്ളൽ കാണപ്പെട്ടു. വിള്ളൽ കാണപ്പെട്ട ഭാഗങ്ങൾ പിന്നീട് കരാർ കമ്പനി എത്തി താൽക്കാലികമായി അടച്ചെങ്കിലും ഇതിന് ശാശ്വത പരിഹാരം കണ്ടെത്താനായിട്ടില്ല. കെട്ടിടത്തിൽ അപകടകരമായ വിള്ളൽ രൂപപ്പെട്ടതും മലിനജല സംസ്കരണ സംവിധാനത്തിലെ പിഴവും കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചതും ഗുരുതര വീഴ്ചയായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ ശുദ്ധീകരിക്കുന്നതിനായി സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഇതും പാതിവഴിയിൽ കിടക്കുകയാണ്. കടലാക്രമണത്തിൽ വീടും ഭൂമിയും നഷ്ടമായ കുടുംബങ്ങളെയാണ് സർക്കാർ പുനർഗേഹം പദ്ധതിയിലൂടെ പുനരധിവസിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ നിലവിലെ അവസ്ഥ ഏറെ ദുരിതപൂർണമാണെന്ന് ഈ കുടുംബങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. നിലവിലെ അവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനാണ് ഇവരുടെ തീരുമാനം. PR ഹരികുമാർ, ദൂരദർശൻ ന്യൂസ്, മലപ്പുറം.